മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഉത്തരവ് ശരിവെച്ച ഉത്തരവിലാണ് പരാമർശം. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ വിധിയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഇപ്പോൾ വിധി വന്നപ്പോൾ കോടതി കുറച്ച് വിപുലമായിട്ട് വഖഫിനെ കുറിച്ചും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ കമ്മീഷന്റെ നിയമനത്തിന് ശരിവെച്ചു. അതിൽ കമ്മീഷന് സന്തോഷമുണ്ട്. കാര്യത്തിൽ പ്രവൃത്തി ചെയ്തതിന് പ്രയോജനം ഉണ്ടാവില്ല, റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ വിധി, ഈ ഡിവിഷൻ ബെഞ്ച് വിധി മുഴുവൻ ശരിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ റിപ്പോർട്ടിന് പോലും പ്രസക്തി നഷ്ടപ്പെടും. കരുതിയാൽ വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ മുനമ്പ ജനങ്ങൾ സംരക്ഷിക്കപ്പെടും. യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അനുകൂലമാണ് വിധി. എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമാണ് വിധി. പിന്നെ ഏതെങ്കിലും രീതിയിൽ ഭാഗികമായിട്ട് ജഡ്ജ്മെന്റ് മാറ്റിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. വിധി സ്വാഗതാർഹമാണെന്നും റവന്യൂ രേഖകൾ നൽകാനാണ് ഇനി സർക്കാർ ശ്രമിക്കേണ്ടതെന്നും മുനമ്പം സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. ഞങ്ങൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. 2008 വഖഫ് സംരക്ഷണ വേദിക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസുമേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത് 2019 വഖഫ് ബോർഡ് ഇത് എഴുതിയെടുക്കേണ്ടതിലേക്ക് വന്നത്. തുടർന്ന് ഞങ്ങൾ നടത്തിയ നീണ്ട യാത്രയിൽ 2024 ഒക്ടോബർ 13 ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങി. അതിൻ്റെ 47ാമത്തെ ദിവസമാണ് ജുഡീഷ്യൽ കമ്മീഷനെ അനുവദിച്ചുകൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ സാമാന്യബോധമുള്ള അല്ലെങ്കിൽ നീതിബോധമുള്ള മതേതരത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ആ ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. വിധി എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു വിധി. ഞങ്ങൾ ജനങ്ങൾക്ക് സന്തോഷകരമായ ഒരു വിധിയാണ് ഞങ്ങൾക്ക് വന്നു കിട്ടുകയാണ്. അതിൽ വളരെയേറെ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം കോടതി ശരിവെച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാത്തിരുന്ന വിധിയാണ്. ഞങ്ങൾ ഈ കാലം എത്രയും 36 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ കൊടുംചതി ഞങ്ങളോട് ചെയ്തത്. ആ ചതിക്ക് ദൈവം കൊടുത്ത ആ 2 ജഡ്ജിമാർ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഈ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കുടുംബങ്ങളെ സംരക്ഷിച്ച ആ മഹാരഥന്മാർ എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ നിയമവ്യവഹാരങ്ങളിൽ അല്പം കൂടി ആഴത്തിലേക്ക് കടന്നുകൊണ്ട്, അല്പം കൂടി ആഴത്തിലേക്ക് പരിശോധിച്ചുകൊണ്ട് വളരെ സുപ്രധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള പരാമർശം കോടതിയിൽ നിന്നുണ്ടായി. മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ പരാമർശമാണ്. മറ്റൊന്ന്, കോടതിയിൽ നിന്ന് വന്നത് ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്നുള്ള നിലപാടുമാണ്. ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? അതിനിർണായകമായ ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 1 വർഷമായി ഇവിടെ മുനമ്പത്തി സമരം തുടങ്ങിയിട്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് അവർ ഉന്നയിക്കുന്നു. പക്ഷേ അതങ്ങനെയല്ല, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്ന് മുനമ്പത്തെ നിവാസികൾ പറയുന്നു. അങ്ങനെ തർക്ക വിതർക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തെ തന്നെ സിംഗിൾ ബെഞ്ച് റദ്ദ് ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്താണ് സർക്കാർ അപ്പീൽ നൽകിയത്. ആ അപ്പീലിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ആ ഉത്തരവിലാണ് നിർണായകമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശവും നിരീക്ഷണവും. അതിന് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം ഹൈക്കോടതി ഇത് മുൻപാകെ വന്നത് ഈ വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റു വിഷയങ്ങളിൽ ഹൈക്കോടതിക്ക് ഈ നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ടോ, അത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ അത് ഹൈക്കോടതി തന്നെ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല. 1950 ഫറൂഖ് കോളേജിന് നൽകിയത് അതൊരു ദാന ആധാരമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഗിഫ്റ്റ് ഭൂമിയാണ്. അത് തിരിച്ചെടുക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് ഒരിക്കലും വഖഫ് ഭൂമിയായി തുടരാനാകില്ല എന്നാണ് നിലവിൽ ഈ നിരീക്ഷണമായി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്മേൽ എന്ത് തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം. ട്രൈബ്യൂണലിലൊക്കെ ഈ കേസ് ഇപ്പോൾ പരിഗണനയിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ട്രൈബ്യൂണലിൽ മുനമ്പൻ നിവാസികൾ ഉയർത്തും. ട്രൈബ്യൂണലിൽ ഈ നിരീക്ഷണം ഏറെ ശ്രദ്ധേയമായി മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ടി കെ.
ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. തുടർ വ്യവഹാരങ്ങളിലും ഹൈക്കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണം അത് വളരെ പ്രധാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.